BDJS NDA വിടാനുള്ള നീക്കം ശക്തമാക്കുകയാണ്. മുന്നണിയിൽ പാർട്ടി കടുത്ത അവഗണനയാണ് നേരിടുന്നത് എന്നും ഇനിയും ഇത് സഹിച്ച് തുടരേണ്ടതില്ല എന്നുമാണ് പാർട്ടിക്കുള്ളിലെ പൊതുവായ വികാരം. കോട്ടയം ജില്ലാ പ്രവർത്തന ക്യാമ്പിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ 18 നിയോജക മണ്ഡലം ഭാരവാഹികളും ജില്ലാ സംസ്ഥാന ഭാരവാഹികളും ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ NDAയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് BDJS. എന്നാൽ കഴിഞ്ഞ 9 വർഷമായി മുന്നണിയിൽ ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല എന്നും ഒന്നാം കക്ഷിയായ BJP അർഹമായ സ്ഥാനമാനങ്ങൾ പോലും പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്നുമാണ് പ്രമേയത്തിൽ പറയുന്നത്. അതിനാൽ NDA വിടണമെന്നും മറ്റു മുന്നണികളിൽ പ്രവേശിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നുമാണ് ആവശ്യം. പ്രവർത്തന ക്യാമ്പ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു. തുടർ തീരുമാനങ്ങൾക്കായി സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയാണ് പ്രമേയം അവസാനിക്കുന്നത്. അതേസമയം BDJS സംസ്ഥാന നേതൃത്വമോ തുഷാർ വെള്ളാപ്പള്ളിയോ പ്രമേയത്തോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മുന്നണി മാറ്റം ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മുന്നണി മാറ്റം ചർച്ച ചെയ്യുമെന്നാണ് വിവരം. സംസ്ഥാന ഭാരവാഹികളോടും 14 ജില്ലകളിലെയും പ്രസിഡന്റുമാരോടും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. UDFിലേക്ക് പോകണമെന്ന് നേരത്തെ തന്നെ BDJSലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ, ആറ്റിങ്ങൽ, തൃശൂർ എന്നിവിടങ്ങളിലെല്ലാം BJP സ്ഥാനാർത്ഥികൾക്ക് ഗണ്യമായ അളവിൽ വോട്ട് കൂടിയതിന് കാരണം SNDP യോഗം സ്വീകരിച്ച നിലപാടാണെന്നാണ് BDJS അവകാശപ്പെടുന്നത്. എന്നിട്ടും BJPയിൽ നിന്ന് മാന്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് പാർട്ടിക്കുള്ളിലെ വികാരം. ഇക്കാരണത്താലാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ BDJS പ്രത്യേക സഹായമൊന്നും NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെയ്യാതിരുന്നത് എന്നും അതിനാലാണ് CPMന് വോട്ട് കുറയാതിരുന്നത് എന്നുമാണ് ചില നേതാക്കൾ അവകാശപ്പെടുന്നത്.